ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കല്യാണിയെക്കുറിച്ചാണ്. കല്യാണി ഒരു വിവാദമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ആ വിവാദത്തിൽ പുള്ളിക്കാരത്തി തോറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെലാസ്മ പാരമ്പര്യമായിട്ട് കിട്ടിയ മെലാസ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ക്ലിനിക്കിൽ പോയെന്ന് പുള്ളിക്കാരത്തി നമ്മളെ തെളിവ് സഹിതം കാണിച്ചു. ഞാനൊക്കെ അത് വിശ്വസിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലിനിക്കിലെ ഡോക്ടർ പിന്നീട് വന്ന് പറഞ്ഞ് എന്താണ് സ്റ്റിറോയിഡ് കലർന്ന് എന്തോ വെളുത്തിട്ട് പാറട്ടെന്നും പറഞ്ഞുള്ള ഇതൊക്കെ വലിച്ചു വാരി തേച്ച് സ്കിന്നിന് പ്രശ്നമായിട്ടാണ് ചെന്നെന്നാണ് അവർ പറയുന്നത്. പിന്നീട് നമുക്കതെന്താണെന്നുള്ള അറിയില്ല. ഏതായാലും രണ്ടു കൂട്ടരും തമ്മിലുള്ള യുദ്ധമാണ്. പിന്നെ ഇനി അങ്ങോട്ട് കോടതി വഴിയൊക്കെ നടക്കാൻ തോന്നുന്നു. ഏതായാലും അവർക്ക് ഒത്തിരിയും ആൾക്കാർ സിനിമാ ഫീൽഡിലുള്ള മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ അവരെല്ലാം പോകുന്ന ഒരു ക്ലിനിക്കും കൂടെയാണത്. അതിനി അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന് ചുമ്മാ നോക്കിയപ്പോഴേ കല്യാണിയുടെ ഒരു വീഡിയോ എൻ്റെ മൊബൈലിലെ ഹോം പേജ് വന്നുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഉണ്ടല്ലോ കല്യാണി വളരെ ആക്രാന്തമായിട്ട് അങ്ങോട്ട് തിന്നുക. ഇപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാതിരിക്കുന്നത് നിങ്ങൾ ചോദിക്കും. പക്ഷെ നമുക്കിത് കാണുമ്പം കല്യാണിക്കൊക്കെ ഒരു പൊടിയൊന്ന് ഒതുങ്ങിക്കൂടെ, അല്ലെ ഒരു മര്യാദയൊക്കെ സ്വഭാവത്തിലൊന്ന് വരുത്തിക്കൂടെ എന്നൊക്കെ എനിക്കിത് കണ്ടപ്പോൾ തോന്നി. എനിക്ക് ഫസ്റ്റിലെ കണ്ടപ്പോൾ അതിങ്ങനെ ശരിക്കും കല്യാണിയൊക്കെ നമുക്ക് വഴക്ക് പറയാൻ തോന്നില്ലേ, അങ്ങനെ വഴക്ക് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു രീതി. അതായത് കല്യാണി ഇന്ന് വരെ ജനിച്ച പിന്നെ ഫുഡ് കണ്ടിട്ടേ ഇല്ലാത്ത മാതിരി അങ്ങോട്ട് ആക്രാന്തം കാണിച്ച് ഓവർ ഒരു ലോഡ് എക്സ്പ്രഷൻ ഇട്ടിട്ട് തിന്നുന്ന എന്താണെന്നറിയോ? ചോറ്, മീൻ കൂട്ടാൻ, മീൻ തല വറുത്തത്, അച്ചാർ, ഇത്രയാണ് തിന്നുന്നത്. ഇതിനകത്ത് മീൻ തല വറക്കുമോ അതെനിക്കറിയത്തില്ല. മീൻ തല കറി വെക്കുന്ന ഷാപ്പിലൊക്കെ കിട്ടും മീൻ തലക്കറി എന്നും പറഞ്ഞ് അതൊക്കെ കിട്ടും. അല്ലെ നമ്മൾ വീടുകളിലും വെക്കും. മീൻ തല വറക്കുമോ എന്നറിയില്ല. ഇനി ആ ഭാഗത്തേക്ക് വറക്കുമായിരിക്കും. അതെന്തേലും ആട്ടെ. പക്ഷേ ഈ ഒരു ചെറിയൊരു മീൻ കറിയും ഈ അച്ചാറും മീൻ കൂട്ടാനും ഒക്കെ കൂട്ടി കഴിക്കുന്നതിന് ഇത്രയും ഒരു ലോഡ് ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടണോ? എനിക്കത് കണ്ടിട്ട് ഒരു വേണ്ടായിരുന്നു. എന്തിനീ ഗോഷ്ടി ഇങ്ങനെ കാണിക്കുന്നത് എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയേ. അപ്പം ഞാൻ ഓർത്ത് എന്താണേലും കമൻറ്റ് നോക്കാം. അപ്പം എങ്ങനെയാണ് ജനങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ അകത്ത് ഏറ്റവും ഒരു കമൻറ്റ് ഒത്തിരി ഇഷ്ടത്തിൽ നിന്ന് ഒട്ടും ഇഷ്ടമില്ലായ്കയിലേക്ക് മാറുന്നൊരു കമൻറ്റ് കണ്ടു. അതല്ലേ സത്യം. കല്യാണിക്കൊക്കെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയത് കല്യാണിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ ഒരാളെ സബ് ചെയ്യുക, അവരെ ഇഷ്ടപ്പെട്ടിട്ടാണ്. അവരെ അങ്ങ് വെറുപ്പിക്കുക. ഇപ്പം ഈ കല്യാണി മാത്രമല്ല കേട്ടോ, മിക്ക ഫാമിലി വ്ളോഗേഴ്സും ചെയ്യുന്ന തിന്നുകത്തും 24 മണിക്കൂറും അങ്ങോട്ട് തീറ്റയോട് തീറ്റുക. തിന്ന് നമ്മളെ അങ്ങോട്ട് വെറുപ്പിക്കും. ഇവരെന്തുവാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇത് അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കേൾക്കണം ഇവരൊക്കെ എൻ്റെ ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർ മനസ്സിലാക്കട്ടെ. മുഴുവൻ നേരം വലിച്ചു വാരി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും, ആക്രാന്തം വരുത്ത് തിന്ന് ഓവർ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ കാണിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. ഇവരൊന്നും കമൻറ്റ് വായിക്കുന്നില്ലേ? ഒരു മനുഷ്യർക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. കല്യാണി ഇതിൻ്റെ അകത്ത് ഈ കണ്ണിമാങ്ങ കടിച്ച ഒരു സൗണ്ട് മൈക്ക് വഴി കേൾപ്പിക്കുന്നുണ്ട്. അപ്പം താഴെ കമൻ്റ് ഉണ്ട്, ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഈർഷ തോന്നിയെന്ന്. ഇവർ ഓർത്ത് വെച്ചിരിക്കുന്നത് എന്താ? ഇതൊക്കെ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുമെന്നോ? നോർമലായിട്ടൊക്കെ തിന്നുന്ന രീതി. ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കുന്നു, ആ രീതിയിൽ ഇനിയിപ്പോൾ അവർ തിന്നുന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കാണിച്ചു പോയാൽ പോരെ. അതൊരു വീഡിയോ എടുത്തിട്ട് എക്സ്പ്രഷനാണ് സഹിക്കാൻ വയ്യാത്ത എക്സ്പ്രഷൻ വിട്ട് ഉള്ള ആ തീറ്റയാണ്. ഞാൻ പറയുന്നത് സത്യമാണെന്നറിയാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്ക് കാണുമ്പം ദേഷ്യം വരും. അങ്ങനെ വഴികളായ റോഡിലൂടെ എല്ലാം തെണ്ടി തിരിഞ്ഞ് വന്നിട്ട് നേരെ അടുക്കള പ്ലേറ്റും എടുത്തോണ്ട് കയറി കേട്ടോ, വല്ലതും തിന്നാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എമ്മി ഒരൊറ്റ ലെഗ് പീസ് ഉണ്ട്. ഇത് അപ്പൂന് വെച്ചേക്കും അമ്മ. എൻ്റെ കല എടുത്ത ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. ഇതുണ്ടോ? അയ്യോ തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കണ്ണിമാങ്ങ പോലെ അല്ല ഇത്. കണ്ടോണേ, കറുമുറ സൗണ്ട് കണ്ടോ? ഇതിൻ്റെ മണം മതി ചോറിന്. എമ്മി എമ്മി. വേറെ കറികളൊന്നുമില്ല, മീൻതലയും അച്ചാറും. സന്തോഷം. കഴിച്ച് മക്കം കഴിക്കാം. അപ്പോൾ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എനിക്ക് വേണം കേട്ടോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പോയി എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ വലിയ കപ്പിൻ്റെ അകത്തങ്ങ് വെക്കാലോ എന്ന് വിചാരിച്ചു. മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ച പാരയായിരുന്നു കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ചത്. അങ്ങനെ ഞാൻ അതും കൂടെ ഒഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ എമ്മിയായിരുന്നു കേട്ടോ. ഇരുന്ന് ഇങ്ങനെ മൃഷ്ടാനം ഞാൻ കഴിച്ചു.
ഇനി ജനങ്ങൾ ഈ തീറ്റ് കണ്ടിട്ട് എന്താണ് പറഞ്ഞെന്നും കൂടെ കേൾക്കണ്ടേ. എനിക്ക് കണ്ടപ്പം തോന്നിയ ഒരു വെറുപ്പാണ് തോന്നിയത്. ഇത്രയൊന്നും ഓവർ ആക്കണ്ട. എന്തിനാണ് ഒരു ലെഗ് പീസ് ഉണ്ട്, അത് കണ്ണന് വെച്ചിരിക്കുകയാണ്. എന്നും ഇറച്ചി മീനുമാണ് ഇവർ കാണിക്കുന്നത്. ഇന്നാളൊരു കമന്റ് എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ വന്നു, ഇവർ ഒരു ദിവസം വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാഴ്ച വെക്കാം, അത്രയും എന്തൊക്കെയോ വെച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ടും എന്തോ ഒരു ആക്രാന്തമായി കാണിക്കുന്നത്. വെറുതെ അഭിനയിക്കുന്നതാണ്, ഒരു ആക്രാന്തവും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ഡെയിലി തിന്നുന്നല്ല. ആർക്കാണ് ഇന്നത്തെ കാലത്ത് ചിക്കനും മീനോടൊക്കെ ഒടുക്കത്തെ ആക്രാന്തം? ഇത് വല്ലതും തോന്നുന്നു. ഇത് മുഴുവൻ ആഷനാണ്, ഓവർ ആഷനാണ്. വെറുതെ അങ്ങോട്ട് എക്സ്പ്രഷൻ അങ്ങ് വാരിക്കോരി ഇടുന്നതാണ്. എന്തിനാണ്? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം കല്യാണി സ്വയം മനസ്സിലാക്കുക, വെറുപ്പീര് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. എന്തിനിങ്ങനെ വെറുപ്പിക്കുന്നേ? ഓവർ ആക്കല്ലേ എന്നുള്ളൊരു കമന്റ് ഉണ്ട്. ഓവറാക്കി വെറുപ്പിച്ച അതാണ് പറയുന്നത്. ഈ തള്ളയ്ക്ക് വേറെ പണിയില്ലേ? ഇത്തിരി ചോറും മീനും കഴിക്കാൻ ഒരു ലോഡ് എക്സ്പ്രഷൻ. കറക്റ്റ് അല്ലേ പറയുന്നത്? അഹങ്കരിക്കരുതേ. ഒത്തിരി ഇഷ്ടത്തിൽ നിന്ന് ഒട്ടും ഇഷ്ടമില്ലാതായി. ആ ഒരു കമന്റ് ഞാൻ കണ്ട, അതൊരു സത്യമാണ്. ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നല്ലേ, എന്നിട്ട് ഒത്തിരി ഇഷ്ടത്തിൽ നിന്ന് ഒട്ടും ഇഷ്ടം ഇവരുടെ പ്രവൃത്തിയാണ്. ഇവർ ഈ ഫാമിലി വ്ളോഗ് എന്തിനാ ഇങ്ങനെ തിന്നുന്ന, വാരി കോരി തിന്നുന്ന, മുഴുവൻ നേരം തീറ്റി. പല ഫാമിലി വ്ളോഗ് നിങ്ങളെടുത്ത് നോക്ക്, 10 മിനിറ്റ് ഇവർ എഡിറ്റ് ചെയ്ത് വിടുമ്പോഴത്തേന് തെരുതരാ തീറ്റിയായിരിക്കും കാണുന്നത്. ഇവരെ ഇടയ്ക്കായിരിക്കും തിന്നുന്നത്. ഓവറാണ് ഇവർ കാണിക്കുന്നത്. മൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരോട് ദേഷ്യം വരുക. കോലം കെട്ടു, ഇപ്പം ബാസന്തി ആയിട്ടുണ്ട് എന്ന്. മറ്റേ പറക്കന്തളിയേലെ ആയിരിക്കും എന്തോ ഉദ്ദേശിച്ച്. ആഹാരത്തിനോട് ആർത്തിയാണല്ലേ? ഒരാർത്തിയില്ല, നമുക്ക് തോന്നുന്ന ഒരാർത്തി ഇടുന്നതാണ്. സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കിയതാ, ഇപ്പോൾ സ്ലിം മാത്രം ആയോളായിരുന്നു, ബ്യൂട്ടിയൊക്കെ കൊണ്ടുപോയെന്ന്. ഓവറാക്കൽ ഇച്ചിരി കൂടുതല. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളും ഭംഗിയൊക്കെ പോയി വരുമ്പോഴേക്കും മാറ്റിക്കളയും. ബസന്തി ആയല്ലോ എന്നും. അഹാനിയും ചേച്ചിയും ഒരുപോലെയാണല്ലോ ഫുഡ് കഴിക്കുന്നത്. ഇത്തിരി ഓവറായി. ഇങ്ങനെ കമന്റ് പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്തിനാണ് ആരെ കാണിക്കാൻ? നോർമലായിട്ടൊരു ആൾക്കാരെ എന്തെങ്കിലും കാണിക്കാനാണെങ്കിൽ നോർമലായിട്ട് തിന്നുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചാൽ പോരെ. നമ്മളൊക്കെ ഇങ്ങനെയാണോ തിന്നുന്ന? മുഴുവൻ സമയം നമ്മളിങ്ങനെ ഇത്രയും എക്സ്പ്രഷൻ ഇട്ടാണ് നമ്മൾ ഇരുന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഡൈനിങ് ടേബിളിൽ ചുറ്റും ഇരിക്കുന്ന കൂട്ടുകുടുംബമൊക്കെ ആയിരുന്ന കാലത്ത്, കാരണവന്മാരും ഒക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാലത്ത് നമ്മൾ തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നവർ പറയും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയും, ഈ ഓവറായിട്ടിട്ട് ചവയ്ക്കുന്ന ഒരു സൗണ്ട്. ഇപ്പം ഈ കല്യാണി കേൾപ്പിച്ച പോലെ കടിച്ച് മുറിക്കുന്ന ഒരു സൗണ്ട്. അങ്ങനെ ചവയ്ക്കുന്ന സൗണ്ട് വെളിയിൽ കണ്ടമാനം പിള്ളേരൊക്കെ വരുത്തുമ്പം പ്രായമുള്ളവരൊരു നോട്ടമുണ്ട്. ആ ഒരു ചവയ്ക്കുന്ന സൗണ്ട് പോലും ഒന്ന് നിയന്ത്രിച്ചാണ് അന്നൊക്കെ വരുത്തുന്നത്. അതുപോലെ തന്നെ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, എനിക്കൊക്കെ ഇപ്പോഴും ഒരു കല്യാണത്തിനോ എവിടെയെങ്കിലും പോയി ആൾക്കാർ കൂടുന്നിടത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ തന്നെ മടിയാണ്. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കും, അതല്ലാതെ ആൾക്കാർ 10 പേര് കൂടുന്നിടത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്കൊരു മടി പോലെയാണ് തോന്നുന്നത് ആ ഫുഡ് കഴിക്കാൻ. എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ നാണമില്ലാതാകുന്ന ഞാൻ വിചാരിക്കുന്നത്. അങ്ങോട്ട് എക്സ്പ്രഷൻ എല്ലാം കൂടെ ഇട്ടിട്ട് എന്തുവല്ലേ, ശരിക്കും കുറ്റം തന്നെയാണ് ഞാൻ പറഞ്ഞു കേട്ടോ, അല്ല വിമർശനമൊന്നുമല്ല, ഇത് കുറ്റമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് അങ്ങനെ പറയണമെന്നാണ് കല്യാണിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഓരോ ഫാമിലി വ്ളോഗേഴ്സ് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ആക്രാന്തം വരുത്ത് തിന്നുന്നത് ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാണാൻ. പിന്നെ വല്ല ഹോട്ടലിൽ വല്ലതിൻ്റെ പരസ്യത്തിനാണ് ഇവർ ഈ കാണിക്കുന്നത്, കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ കാണിക്കാം. ഇപ്പം ഈ കല്യാണിയൊക്കെ പോയി വെളുത്തിട്ട് പാട്ടെന്നും പറഞ്ഞ് പോയിട്ട് സ്കിന്നും ഒക്കെ പോയി ഒരു പരുവായ ക്ലിനിക്കുകാരുടെ ഡോക്ടറെ ഒക്കെ സൗണ്ട് നമ്മൾ കേട്ടു. അപ്പോൾ പുതിയതായിട്ട് ഞാൻ ഇൻസ്റ്റ കണ്ട് ഈ വെളുത്തിട്ട് പാറട്ടെന്നുള്ള ഓരോ ക്രീം മേടിച്ച് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നതിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടോ എന്ന് കേൾക്കാം. നിങ്ങൾക്ക് വെളുക്കണോ? ഒരു അടിപൊളി ക്രീം പറഞ്ഞുതരാം. ഇതേപോലെ തേച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് ഇതേപോലെ വെളുക്കും. നിങ്ങളുടെ കറുത്ത രോമം പോലും ഇതേപോലെ വെളുക്കും. ഈ ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് മെർക്കുറി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ബെറ്റ്നോവൈറ്റ് പോലത്തെ കുറച്ച് സ്റ്റിറോയിഡ്സും ആഡ് ചെയ്തിട്ടുണ്ട്. മെർക്കുറി കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഈ പുറമെയുള്ള കറുത്ത ലെയർ ഉണ്ടല്ലോ, അതിങ്ങനെ പൊളിഞ്ഞു പോകും. സ്കിൻ പീലിംഗ് എന്ന് പറയും. മെർക്കുറി എന്നത് ഒരു ഹെവി മെറ്റലാണ്. ഹെവി മെറ്റൽ എന്ന് വെച്ചാൽ മോളിക്കുലാർ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് സെല്ലിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ സെല്ലിനകത്തുള്ള പ്രോട്ടീൻ സിന്തസിസും പ്രോട്ടീൻസിനൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താകും? നമ്മുടെ ഈ കറുപ്പ് നിറം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള മെലനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്കിന്ന് വെളുക്കും. മെർക്കുറി അതോടൊപ്പം തന്നെ സ്കിന്നിലുള്ള ഗ്ലൂട്ടാത്തോണിൻ്റെ പ്രൊഡക്ഷനും സ്റ്റോപ്പ് ആക്കും. അപ്പോൾ ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ സ്കിന്ന് വീണ്ടും ഡാർക്ക് കളറാവും. പിന്നെ ഇതിൽ ബെറ്റ്നോവൈറ്റ് പോലെയുള്ള സ്റ്റിറോയിഡ്സും കൂടെ മിക്സ് ചെയ്ത കാരണം കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ നേർത്ത് വന്ന് സ്കിന്നിൻ്റെ അടിയിലുള്ള രക്തക്കുഴലൊക്കെ പുറത്തേക്ക് കാണാൻ തുടങ്ങും.
അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്ലഷ് ഉള്ള പോലെ തോന്നും. പിന്നെ ഇത് കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കാലിലും മുഖത്തൊക്കെ നീര് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഈ മെർക്കുറി ബ്ലഡിലേക്ക് പോയിട്ട് കിഡ്നിയുടെ അരിപ്പയുടെ പ്രവർത്തനം നിലക്കുകയും കിഡ്നിയിൽ നിന്നും പ്രോട്ടീൻ ലീക്ക് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഈ ക്രീം വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിനു മുമ്പ് ഈ ന്യൂസും കൂടെ ഒന്ന് കേൾക്കിട്ടോ. ചർമ്മം വെളുക്കുന്നതിനായി നാം ഉപയോഗിക്കുന്ന ബ്യൂട്ടി ക്രീമുകൾ വൃക്ക അടക്കമുള്ള അവയവങ്ങളെ ബാധിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉയർന്ന അളവിൽ മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 3 ബ്യൂട്ടി ക്രീമുകൾക്ക് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നോർത്ത് ഇന്ത്യയിലല്ലേ, കേരളത്തിൽ ഇത്തരം കേസുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കി. അയ്യോ ഡെഫിനറ്റ്ലി ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു പേഷ്യൻ്റെങ്കിലും കാണും ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട്. ആക്ച്വലി കുറേ ഉണ്ട് കേട്ടോ, കുറേ ഹ്യൂജ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഇത് പ്രശ്നമാകുമ്പോഴേ ആൾക്കാർ നമ്മുടെ അടുത്ത് എത്തുള്ളൂ. ഇനീഷ്യലി ഫസ്റ്റ് ഒരു കൊല്ലോ അല്ലെങ്കിൽ 1.5 കൊല്ലോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വെയിലത്തിറങ്ങാൻ പറ്റാതാവും, പുറത്തിറങ്ങുമ്പോൾ തന്നെ എപ്പോഴും ചുവന്ന കളർ വരാൻ തുടങ്ങും. പിന്നെ ഇപ്പം കുറേ ആൾക്കാർ നിർത്തുമ്പോൾ എന്ത് ഇവർ മൊത്തം കറക്കാൻ തുടങ്ങും. അവർ പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ 2-3 സൈക്കിൾ കഴിയുമ്പോഴാണ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് എത്തുക. ഇനി എന്താണ് ഇത് ഡോക്ടേഴ്സ് എന്ന് പറയാം, ഇത് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് ആരും കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇത്തരം ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആ ക്രീമിൻ്റെ ഹെവി മെറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് റിപ്പോർട്ട് ഒന്ന് ചോദിച്ചാൽ മതി. അതായത് ക്രീമിൽ എത്രത്തോളം ലെഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ട് അവരുടെ അടുത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് തന്നെ അടുത്തുള്ള ഒരു വാട്ടർ ടെസ്റ്റിംഗ് ലാബിൽ ഈ ക്രീമിൻ്റെ സാമ്പിൾ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ ലെഡിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 1000 രൂപേൻ്റെ താഴെ ചിലവ്. ഇതേപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ആ ലാസ്റ്റ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഈ വെളുക്കാൻ വേണ്ടി തേക്കുന്നതിൻ്റെ കിഡ്നിയും കരളും നമ്മൾ ഓരോ ഓയിൽമെൻറ്റ് വാരി പോരി തേക്കുമ്പോഴത്തേക്കിന് കരൾ കരയുവാന്നാണ് പറയുന്നത്. കരളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ അറിയുന്നില്ല, നമ്മൾ ആ കാര്യം അറിയുന്നില്ല. ഇങ്ങനെ അതും ഇതുമൊക്കെ വാരി തേച്ചിട്ട് ഈ സ്കിന്നിൽ തേച്ച് കഴിഞ്ഞ് ബ്ലഷ് നല്ലപോലെ തേച്ച പോലെ അകത്തുനിന്നൊരു ചുമപ്പ് കളർ ഇങ്ങനെ വരും. ചില വെളുത്തിട്ട് പാറുന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളിൽ. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേന് ഇവിടെയൊക്കെ ബ്ലഷ് തേച്ച പോലെ ഇവരങ്ങ് വെളുത്ത് കഴിഞ്ഞ് നല്ല ചുമന്ന് ഇവിടെ ഇരിക്കും. എന്നിട്ട് അകത്തെ നീല നേരത്തെയുള്ള ചെറിയ ഞരമ്പുകൾ നമുക്ക് കാണാം. അത്ര ഇതാ. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടുണ്ട്. അയ്യോ ഇനി ഇവർക്ക് എന്താ സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചു നിറമില്ലാത്ത ഒരു കൊച്ചു നിറം ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നൊന്നും അവരുടെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ ചോദിച്ചില്ല. കുറേ കാലം കൂടി കണ്ടപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പം ആ കൊച്ചിന് ആ നിറമില്ലായിരുന്നു. പിന്നീട് നല്ല വെളുപ്പായിട്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലഷ് അടിച്ച മാതിരി നല്ല ചുമപ്പ്. എന്നിട്ട് ആ അകത്തുള്ള ഞരമ്പ് ഇപ്പം ഇന്ന് ഈ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അങ്ങനെ കാണുന്നു. പിന്നീട് എന്ത് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ആന്തരികവയവങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ച് വിട്ടാൽ പ്രഗ്നൻ്റ് ആകാൻ വരെ ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ പുറകെ ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ കിഡ്നിയും കരളും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സൗന്ദര്യം എന്തിനു കൊള്ളാം. അത് പിള്ളേരൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.